ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു പുതിയ പുസ്തകം പ്രകാശനം ചെയ്തിരുന്നു, സ്നേഹത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ. ഇത് പുതിയ പുസ്തകം എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ആദ്യ എഡിഷൻ പുറത്തിറങ്ങിയിരുന്നു. പക്ഷേ അതിനേക്കാൾ 18 അധ്യായങ്ങൾ പുതുതായി കൂട്ടിച്ചേർത്ത് ഉള്ള അധ്യായങ്ങൾ തന്നെ കൂടുതൽ റിന്യൂ ചെയ്താണ് ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുന്നത്. വിജയടാ, നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ദൈവം സ്നേഹമാകുന്നു, സ്നേഹത്തിൽ വസിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അപ്പോൾ ഈ സ്നേഹത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള പ്രായോഗികമായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കുന്ന ആളാണല്ലോ. അപ്പം ഭാര്യയുമായും മക്കളുമായും മറ്റ് സഹോദരങ്ങളും ഒക്കെ ആയിട്ട് ഇടപെട്ട് ജീവിക്കുന്ന ഈ ജീവിതത്തിൽ സ്നേഹം എങ്ങനെ നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രായോഗികമാക്കണം എന്ന് ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന ഒരു പുസ്തകമല്ലേ ഇത്? അതെ അതെ. ഈ പുസ്തകത്തിന് മൊത്തം നമുക്ക് എത്ര അധ്യായങ്ങളാണ് ഉള്ളത്? 30 അധ്യായങ്ങളുണ്ട് അല്ലേ? ആദ്യ എഡിഷനിൽ ഏതാണ്ട് 12 അധ്യായങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മളിത് ആദ്യ എഡിഷൻ ഇറങ്ങിയിട്ട് 8 വർഷം കണ്ടായി. ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ പുതുക്കി ഉള്ള അധ്യായങ്ങളെ തന്നെ കുറച്ചുകൂടി പുതുക്കി എഴുതി ഈ കഴിഞ്ഞ വർഷങ്ങളുടെ അനുഭവങ്ങളും ബോധ്യങ്ങളും കൂടി ചേർത്ത് തന്നെ പുതിയ 18 അധ്യായങ്ങൾ കൂടി ചേർത്താണ് ഈ പുസ്തകം പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പം സ്നേഹിക്കണമെന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ അത് എന്താണ്, എങ്ങനെയാണ് അത് പ്രയോഗത്തിൽ വരുത്തുന്നത് എന്നുള്ള പ്രായോഗികതയായിരിക്കും. അതെ. ഇപ്പം ഒന്ന് സ്നേഹത്തിൻ്റെ ആ പ്രയോജനങ്ങൾ, നന്മകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് പറഞ്ഞതിന് ശേഷം അപ്പം അതുപോലും വരുന്നത് നമ്മുടെ ക്രിസ്തീയ ദൈവവിളിയെക്കുറിച്ച് ആദ്യ അധ്യായത്തിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. നമ്മൾ വെറും ക്രിസ്ത്യാനി ആയിരിക്കാൻ വേണ്ടിയല്ല, ക്രിസ്തു തന്നെ ആകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് ഇത് ഫ്രാൻസിസ് വർഷമാണ്, 2ാം ക്രിസ്തു എന്ന പേര് വിളിക്കപ്പെട്ട വിശുദ്ധൻ്റെ വർഷം. അപ്പം അതുകൊണ്ട് ആ ഒരു ദൈവവിളി ആദ്യം ബോധ്യപ്പെടുത്തിയതിന് ശേഷം ക്രിസ്തു ആകാനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമായി തീരുകയാണ്. ദൈവം സ്നേഹമായിരിക്കുന്നതുകൊണ്ട് ദൈവത്തെ പോലെ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമായി തീരുകയാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അതിനുശേഷം അതെങ്ങനെ ആയിത്തീരാം എന്നുള്ളതിൻ്റെ വിശദീകരണങ്ങളാണ്, പ്രായോഗിക വഴികളാണ് മറ്റധ്യായങ്ങൾ. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് സ്നേഹത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അപ്പോൾ അതിനകത്ത് ഓരോ അധ്യായത്തിലും എന്താ ഉള്ളതെന്ന് അത് ആ ഭാഗം വായിക്കുമ്പോൾ ഓരോ അധ്യായത്തിൽ എന്താണ് കണ്ടന്റ് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടല്ലേ? സ്നേഹിക്കണം, അതിനു വേണ്ടിയാണ്, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും വേണ്ടിയാണ് മനുഷ്യൻ ജനിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാലും പ്രായോഗിക തലത്തിൽ പലപ്പോഴും നമ്മൾ വെറുപ്പിൻ്റെയും അസൂയയുടെയും വിദ്വേഷത്തിൻ്റെയും നിരാശയുടെയും ഒക്കെ ജീവിതമാണ് നമ്മളിൽ സംഭവിക്കുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ ഒരു കാലത്ത് ബിജു ചേട്ടൻ്റെ മനസ്സിലും വെറുപ്പിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും നിരാശയുടെയും അസ്വസ്ഥതയുടെയും ഒക്കെ അവസ്ഥകളുണ്ടായിരുന്നല്ലോ. അപ്പം അതിൽ നിന്നൊക്കെ ഈ സ്നേഹത്തിൻ്റെ തലങ്ങളിലേക്ക് വന്ന ആ ഒരു യാത്രയെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. അതതിൻ്റെ ആദ്യ 2 അധ്യായങ്ങൾ. ഈ പുസ്തകത്തിനകത്ത് ചില ധ്യാനചിന്തകൾ പറയുന്നതിനപ്പുറത്ത് എല്ലാം എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ കൂടി പങ്കുവച്ചാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വായനക്കാർക്ക് ഒരു അച്ഛൻ പറഞ്ഞതുപോലെ ഒരു പുരോഹിതനല്ല, ഒരു സന്യാസിയല്ല, കുടുംബജീവൻ നയിക്കുന്ന വ്യക്തികൾ നിലയിൽ, കാരണം സഭയിലെ ഭൂരിഭാഗം പേര് അങ്ങനെയുള്ളവരാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ഈ കാര്യം പറയുമ്പോൾ ഇത് ഞങ്ങൾക്കും സാധ്യമാണല്ലോ എന്നുള്ള ഒരു വലിയ തിരിച്ചറിവും ഒരു പ്രത്യാശ ഉണ്ടാകാൻ വേണ്ടിയാണ് അനുഭവങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഞാൻ തന്നെ തുടക്കം ഒരു ക്രിസ്തീയ ജീവിതം ആത്മാർത്ഥമായിട്ട് ആരംഭിച്ചു തുടങ്ങിയ ഒരു കരിസ്മാറ്റിക് ധ്യാനം കൂടിയിട്ടാണ്. ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ്. കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിന് നന്ദി പറയുകയാണ്. കാരണം ഈ ദിവസങ്ങളിലൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം അത് സജീവമായ വിശ്വാസമാണ്. വിശ്വാസമില്ലായിരുന്നെങ്കിൽ ഞാൻ ഭൂമിയിൽ പോലും കാണുകയില്ലായിരുന്നു. എന്തെങ്കിലുമൊക്കെ നന്മകളുണ്ടെങ്കിൽ എനിക്ക് ലഭിച്ച ആ സജീവമായ വിശ്വാസത്തിൻ്റെ ഫലമായിട്ട് പിന്നീട് ഉണ്ടായതാണല്ലോ. അപ്പോൾ ആ ഒരു സജീവമായ വിശ്വാസം എനിക്ക് ലഭിക്കുന്നതിന് കാരണമായി തീർന്നത് കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റമാണ്, ധ്യാനം കൂടി കഴിഞ്ഞപ്പോഴാണ്. എങ്കിലും വിശ്വാസം ഒരു പ്രാഥമിക ഘട്ടമാണെന്ന് പിൽക്കാലങ്ങളിൽ പരിശുദ്ധാത്മാവ് തന്നെ ബോധ്യം നൽകി. അതിൻ്റെയൊക്കെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഈ പുസ്തകം എഴുതുന്നതിന് തൊട്ട് മുമ്പ് ഒരു പ്രത്യേക ഒരു അനുഭവം ഉണ്ടായത് അത് ഇതിൽ ചേർത്തിട്ടുമുണ്ട്. ഒരു വൈദികൻ, അദ്ദേഹം ഒരു പ്രത്യേകമായ രീതിയിൽ ഒരു പോക്സോ കേസിൽ അകപ്പെട്ടു. അതിൻ്റെ അനുഭവം ഇതിൽ പറയുന്നുണ്ട്, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ധ്യാനിപ്പിക്കുന്ന ആളായിരുന്നു, നല്ല തീക്ഷ്ണതയുള്ള ആത്മീയ വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ പോക്സോ കേസിൽപ്പെട്ട് ജയിലിൽ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടല്ല, അദ്ദേഹത്തെ അങ്ങനെ
അകപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ അറിയുന്നു. അങ്ങനെ അദ്ദേഹം അങ്ങനെ ജയിലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന് ദൈവത്തിനുള്ള വിശ്വാസമുണ്ട്. കാരണം ധ്യാനഗുരുവൊക്കെ ആണല്ലോ. അപ്പോൾ എന്നെങ്കിലും ദൈവം ഒരിക്കൽ തനിക്ക് നീതി നടത്തി തരും, തന്നെ ജയിലിൽ നിന്ന് പുറത്ത് കടത്തും. അങ്ങനെ വിശ്വാസം പ്രത്യാശ അദ്ദേഹത്തിനുണ്ട്. എന്നാൽ തന്നെ ഇപ്രകാരം കള്ളക്കേസിൽ പിടിക്കുകയുള്ള അദ്ദേഹത്തിന് കഠിനമായ വെറുപ്പുമായിരുന്നു. ഇദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ഇതിന് ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് സജീവമായ വിശ്വാസം ഉണ്ടായിരിക്കാം, പ്രത്യാശ ഉണ്ടായിരിക്കാം, പക്ഷേ നമുക്ക് സ്നേഹമില്ലാതിരിക്കാം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ 1:13 പറയുന്നത്, മലകളെ മാറ്റാൻ തക്ക വിശ്വാസമുണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. ഇപ്പോൾ ഈ അച്ഛൻ്റെ കേസിൽ അദ്ദേഹത്തിന് ഭയങ്കര ദൈവവിശ്വാസവും പ്രത്യാശയും ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ലാസ്റ്റ് നരകത്തിൽ പോകും, അല്ലേ? നരകത്തിൽ പോകും. അതെ അതെ. ആ വിശ്വാസം പ്രത്യാശയും ഒരു ഉപകാരം ചെയ്യുകയല്ല. ദൈവകൃപയാൽ അച്ഛനെ ജയിലിൽ കിടക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ധ്യാനം കൂടിയ, സ്നേഹാഭിഷേക ധ്യാനം കൂടിയ സഹോദരൻ അവിടെ ജയിലിൽ ഒരു പ്രത്യേകമായ രീതിയിൽ അദ്ദേഹം ജയിലിലെത്തുന്നു. അങ്ങനെ ഈ പുസ്തകത്തിന് ആദ്യ എഡിഷൻ അച്ഛൻ വായിക്കാൻ വേണ്ടി കൊടുക്കുന്നു. ആ പുസ്തകം വായിക്കുന്ന സമയത്ത് അച്ഛൻ്റെ സ്നേഹത്തിൻ്റെ വലിയ ഉത്ബോധ്യം ലഭിക്കുകയും ഉള്ളിൽ നിന്ന് വെറുപ്പ് മാറി അവരോടെല്ലാം സ്നേഹമായി തീരുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ തന്നെ ഈ അനുഭവം തന്നെ ഈ പുസ്തകം വായിക്കുന്ന അനേകർക്കൊരു പ്രചോദനമാണ്. കാരണം ഈ പറഞ്ഞ രണ്ട് പ്രശ്നങ്ങൾ അനേകർക്കുണ്ടാകും. ഇത് വായിക്കുന്ന അനേകർക്കും വിശ്വാസവും കാണും, പ്രത്യാശ. കാരണം ധ്യാനങ്ങളൊക്കെ കൂടി, കരിസ്മാറ്റിക് ധ്യാനം കൂടിയെല്ലാം മറ്റ് പല കാര്യങ്ങളിലൂടെ വലിയ വിശ്വാസം പ്രത്യാശയും കാണും. പക്ഷെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ തന്നെ വേദനിപ്പിച്ചവരോട് താൻ സഹായം ചെയ്തു, നന്മ ചെയ്തു, എന്നിട്ടും തന്നെ തിരിച്ച് ദ്രോഹിക്കുന്നു. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ അവരോട് വെറുപ്പോ വിദ്വേഷമോ നീരസമോ നിസ്സംഗതയോ സ്നേഹമില്ലായ്മയുള്ള പലരും കാണും ഇത് കേൾക്കുന്നവരിൽ, ഈ അങ്ങനെയുള്ള ഈ പ്രാർത്ഥനക്കാരിൽ തന്നെ. അപ്പോൾ അവർക്ക് ഇത് വലിയൊരു കണ്ണു തുറക്കൽ തന്നെ ഒരു പുസ്തകമായിരിക്കും, വലിയ ആത്മാഭിഷേകത്തിലേക്ക് നയിക്കുന്ന ഒന്നായിരിക്കും. കാരണം ഒരു ഞെട്ടലോടെ അവർ തിരിച്ചറിയും, ഇതെല്ലാം ഉണ്ടെങ്കിൽ സ്നേഹമില്ലെങ്കിൽ എൻ്റെ ആത്മാവ് നഷ്ടപ്പെടുമല്ലോ എന്ന് തിരിച്ചറിയും. എന്ന് മാത്രമല്ല, പല ദൈവാനുഗ്രഹങ്ങളും തങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്നത് വിശ്വാസം പ്രത്യാശ ഉണ്ടെങ്കിലും സ്നേഹമില്ലാത്തത് കൊണ്ടാണെന്നുള്ള ബോധ്യം കിട്ടും. അതോടൊപ്പം തന്നെ ഈ പുസ്തകം വായിച്ച ഒരു വൈദികന് സ്നേഹത്തിന് അഭിഷേകം കിട്ടി വെറുപ്പ് മാറി എന്നുള്ള തിരിച്ചറിവ് അനേകർക്ക് അവരുടെ ഉള്ളിൽ സ്നേഹാഭിഷേകം നിറയുന്നതിന് കാരണമായി തീരുമെന്നാണ് ഞാനിങ്ങനെ പ്രത്യാശിക്കുന്നത്. ഈ പുസ്തകത്തിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ എന്തെങ്കിലും സൈക്കോളജിക്കലായിട്ടുള്ള എന്തെങ്കിലും ഘടകങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടോ? അത് ഈ പുസ്തകവുമായി ബന്ധപ്പെട്ടല്ല എനിക്ക് പറയാനുള്ളത്. പെട്ടെന്ന് അച്ഛൻ പറഞ്ഞ ഒരു സംഭവം ഓർമ്മ വരുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടി നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്തു. അപ്പോൾ അതിനുശേഷം MSc കഴിഞ്ഞ ശേഷമാണ്. അപ്പോൾ അതിന് ശേഷം ഈ കുട്ടി സൈക്കോളജി പഠിക്കാൻ പോകാനിരിക്കുകയായിരുന്നു. അപ്പോൾ ധ്യാനം കൂടിക്കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ബ്രദറിൻ്റെ ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു, ഇനി സൈക്കോളജി പഠിക്കുന്നില്ല. കാരണം സുവിശേഷം ആത്മാർത്ഥമായി ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സൈക്കോളജി നമ്മൾ പഠിക്കൂ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. കാരണം മനുഷ്യൻ്റെ മനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണല്ലോ സൈക്കോളജി. സ്നേഹമുള്ള വ്യക്തികളെക്കാൾ മറ്റുള്ളവരുടെ മനസ്സിനെ അറിയാനും സ്വാധീനിക്കുവാനും അതിനെ സഹായിക്കാൻ പറ്റുന്ന വ്യക്തി വേറെ ആരും ഇല്ലെന്നുള്ളതാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. അത് ഈശോ ചെയ്തതും പ്രവർത്തിച്ച പല കാര്യങ്ങളും പലരും മനഃശാസ്ത്രം എന്ന് പറയുന്നുണ്ട്. അത് മനഃശാസ്ത്രമല്ല, സ്നേഹശാസ്ത്രമാണ്. കാരണം സ്നേഹത്തിന് എല്ലാ ശാസ്ത്രങ്ങളും അതിജീവിക്കാൻ പറ്റുമല്ലോ. അത് വെച്ച് നോക്കി കഴിയുമ്പോൾ ഇത് മനഃശാസ്ത്രത്തിൻ്റെ പുസ്തകം വായിക്കുകയാണെങ്കിൽ താൻ പറയാൻ ആഗ്രഹിച്ചതും പറയുന്ന പല കാര്യങ്ങളും പുസ്തകമുണ്ടെന്നുള്ളവർക്ക് ഇങ്ങനെ ഒരു ബോധ്യം കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം സ്നേഹിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് വിഘാതമായിട്ട് നിൽക്കുന്ന സ്നേഹത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു ശക്തി ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടല്ലോ. അപ്പോൾ ആ ശക്തിയെ കീഴടക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്നുള്ള അങ്ങനെയുള്ള എന്തെങ്കിലും ചിന്തകളുണ്ട്? അത് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളാണ് സ്നേഹത്തിൻ്റെ തടസ്സങ്ങൾ. അതിൽ ഒരു ചാപ്റ്റർ തന്നെയുണ്ട്, സ്നേഹത്തിന് തടസ്സം നിൽക്കുന്ന ചില പുണ്യ തടസ്സങ്ങൾ. ഒരു ശരാശരി ആത്മീയ വ്യക്തിയെ സംബന്ധിച്ച് തൻ്റെ ആത്മീയതയ്ക്ക് സ്നേഹത്തിന് തടസ്സം പിശാചെന്ന ചിന്തയുണ്ട്. പിശാചാണ്, പാപമാണ് ചിന്തയുണ്ട്. എന്നാൽ പിശാചിനോളം പാപത്തോളം തങ്ങളെ സ്നേഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന അല്ല അകറ്റി നിർത്തുന്ന വേറെ ചില ഘടകങ്ങളുണ്ട്. ഇപ്പം സസ്പെൻസ് ആയിട്ടിരുന്നോട്ടെ, ഒരു കുറച്ചേറെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെയും നമുക്ക് ഈ പുസ്തകത്തിന് ഇത് ഞാൻ എഴുതിയതുകൊണ്ടല്ല, ഈ പുസ്തകം ഞാൻ കൂടുതൽ ആധികാരികത കൽപ്പിക്കുന്നത് നമ്മൾ എഴുതിയ കാര്യങ്ങൾക്കല്ല നമ്മുടെ സഭയുടെ പ്രബോധനം ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല നമ്മുടെ തന്നെ കഞ്ഞിപ്പള്ളി രൂപ തന്നെ അഭിമന്യ പുളിക്കൽ പിതാവാണ് ഇതിൻ്റെ ആധികാരികമായ ആശംസ നൽകിയിരിക്കുന്നത്. അദ്ദേഹം സമയമെടുത്ത് പുസ്തകം വായിച്ചിട്ടാണ് അദ്ദേഹം തന്നിരിക്കുന്നത്. പിന്നെ ഈ പുസ്തകം ബന്ധപ്പെട്ടൊരു ചെറിയൊരു കേൾക്കുന്നവർക്ക് ഒരു കരിസ്മ അനുഭവമൊക്കെ ഉള്ളവർക്ക് ചെറിയൊരു ദൈവാനുഭവം പറയാവുന്നത്, ഈ പുസ്തകത്തിന് അവതാരിക നമ്മൾ ചോദിച്ചിരുന്നത് അഭിമന്യ പെരുന്തോട്ടം പിതാവിനോടായിരുന്നു, ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം. അപ്പോൾ അത് ലാസ്റ്റാണ്, ഏറ്റവും അവസാനം കിട്ടുന്നത്.
ആ തരുമെന്ന് പറഞ്ഞ ആ ദിവസം പരിശുദ്ധ പങ്കെടുക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു വാക്ക് വരികയാണ്, സ്നേഹത്തിൻ്റെ സുഗന്ധം, സ്നേഹത്തിൻ്റെ സുഗന്ധം വാക്ക് വരികയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, അഭിമന്യ പിതാവിൻ്റെ അവതാരി കിട്ടിക്കഴിയുമ്പോൾ ഹെഡിങ് ആയിട്ട് സ്നേഹത്തിൻ്റെ സുഗന്ധം എന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം പുളിക്കൽ പിതാവിൻ്റെ ഹെഡിങ് അദ്ദേഹത്തിൻ്റെ കൊടുത്തിരുന്ന ഹെഡിങ്ങാണ് സ്നേഹത്തിൻ്റെ വെളിച്ചം. ഡാനി കപ്പോച്ചൻ ആശംസ കൊടുത്തിരിക്കുന്നത് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് സ്നേഹത്തിൻ്റെ സുവിശേഷം. അങ്ങനെ ഓരോരുത്തർ ഓരോ എണ്ണി കൊടുത്തിരിക്കുന്നത്. അപ്പം പെരുന്നോട്ടം പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ സുഗന്ധം കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ വിചാരിക്കുന്ന സമയത്ത് എനിക്ക് കുർബാനയ്ക്ക് തോന്നുവാണ്, അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു വാക്കുകളോ അല്ല മരണമല്ലോ എന്ന് വിചാരിച്ചു. എന്തെങ്കിലും ആട്ടെന്ന് വിചാരിച്ച് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേനും സെക്രട്ടേറിയറ്റ് അവതാരിക എഴുതി വെച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ അതിൻ്റെ ഒരു 4-ാമത്തെ പാരഗ്രാഫ് മുഴുവൻ സ്നേഹത്തിൻ്റെ സുഗന്ധം എന്ന് പറഞ്ഞുകൊണ്ടൊരു പാരഗ്രാഫാണ്. അപ്പോൾ ഇത് വായനക്കാരോട് കേൾവിക്കാരോട് പറയുന്നത് അത്രമാത്രം പരിശുദ്ധാത്മാവ് ഇത് ഏറ്റെടുത്ത എനിക്ക് അത്ര ബോധ്യമുണ്ട്. ഞാൻ 28 പുസ്തകം എഴുതിയതിൽ ഏറ്റവും സമയമെടുത്ത്, കാരണം കഴിഞ്ഞ 25 വർഷക്കാലത്തെ അനുഭവങ്ങൾ ഈ പുസ്തകം പറയുന്നുണ്ട്. പിന്നെ പ്രവാസം തിരുത്തി അങ്ങനെ അക്ഷരത്തെറ്റുകളൊക്കെ നോക്കി അങ്ങനെ പ്രവാസം, പിന്നെ ദൈവശാസ്ത്രജ്ഞനായ വ്യക്തികളൊക്കെ നമ്മൾ അതിനെ കറക്റ്റ് അങ്ങനെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും എൻ്റെ ഒരു അറിവിൽ മനുഷ്യൻ ചെയ്തായിരിക്കുന്നു അതിൻ്റെ കുറവ് ഉണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ, അല്ലാതെ വിഷയത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് കുറ്റമറ്റതാണ്. പിന്നെ ഈ സഭയുടെ പ്രബോധനങ്ങളും എല്ലാത്തിലും ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടാണ്. 1 കൊരിന്ത്യർ 13 അടിസ്ഥാനപ്പെടുത്തിയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ സഭയുടെ പ്രബോധനങ്ങൾ, നമ്മുടെ സഭാപിതാക്കന്മാരുടെ വായിച്ചിട്ട് ആധികാരികമായ രേഖകൾ, അവരുടെ ആശംസകൾ എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ വളരെ ഞാൻ എഴുതിയ പുസ്തകങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രൊമോട്ട് ചെയ്യാനായിട്ട് എനിക്ക് തന്നെ തോന്നുന്നൊരു പുസ്തകമായിട്ട് തന്നെ പറയാൻ വേണ്ടി തോന്നുകയാണ്. അപ്പോൾ ഈ ഒരു പുസ്തകം അനേകായിരങ്ങളിലേക്ക് അല്ലെങ്കിൽ അനേക ലക്ഷങ്ങളിലേക്ക് എത്തട്ടെ, അല്ലേ? അതുപോലെ തന്നെ മറ്റു ഭാഷകളിലേക്ക് ഇത് വിവർത്തനം ചെയ്യപ്പെടട്ടെ, തമ്പുരാൻ അതിന് ഒരു ഇടയാക്കട്ടെ, അല്ലേ? തീർച്ചയായിട്ടും വിചാരിൻ്റെ ഓരോ പുസ്തകവും ഇന്നല്ലെങ്കിൽ നാളെ മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുമെന്നും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവസാനമായിട്ട് ഒരു ചോദ്യം. ഇങ്ങനെ ഒരു കുടുംബജീവിതം നയിക്കുന്ന ആളാണ്, കുഞ്ഞുങ്ങളാണെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളുമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പുസ്തകം എഴുതാനും ധ്യാനിപ്പിക്കാനും ഒക്കെ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? സമയം, ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം സമയമില്ല എന്നുള്ളതാണ്, പ്രാർത്ഥിക്കാൻ പോലും സമയമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? എല്ലാവരും പറഞ്ഞു കേട്ടപ്പോൾ എല്ലാവർക്കും ഒരുപോലെയാണ് സമയം, 24 മണിക്കൂർ എല്ലാവർക്കും ഉള്ളൂ. എന്നെ സംബന്ധിച്ച് സമയം കിട്ടുക എന്ന് പറയുന്നത്, എൻ്റെ സമയം മുഴുവൻ ഞാൻ ഈശോയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അതാണ് എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ രീതി കുറവുകൾ എനിക്കുണ്ടെങ്കിൽ തന്നെയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് വൈകിട്ട് കിടക്കുമ്പോഴുള്ള സമയങ്ങൾ മുഴുവൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി ചിലവഴിക്കുക എന്നാണ് എൻ്റെ അടിസ്ഥാനപരമായ എൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ അതിനുള്ള ഇപ്പം ഞാൻ എൻ്റെ ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ അവരുമായി ബന്ധപ്പെട്ടിരുന്ന കാര്യങ്ങളെല്ലാം ഈശോയെ സ്നേഹിക്കാൻ വേണ്ടിയാണ്. അവരെ സ്നേഹിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഈശോയുള്ള സ്നേഹത്തെ പ്രതിയാക്കും ഈശോയ്ക്ക് തന്നെയാണല്ലോ. അപ്പോൾ ഈശോയെ പ്രതിയാണ് എല്ലാം ചെയ്യുന്നതെന്ന് വെച്ച് കഴിയുമ്പോൾ ഞാനിവർക്ക് ഇപ്പോൾ ഈ പുസ്തകം എഴുതാനുള്ള കണ്ടന്റ് പോലും അതിൽ നിന്ന് വരുന്നതാണ്. കാരണം ഇവരെ നമ്മൾ സ്നേഹിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളെ പ്രായോഗിക സ്നേഹത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ പുസ്തകം എഴുതാൻ വേണ്ടി കാരണമായി തീർന്നു. ഇതെല്ലാം പാഠപുസ്തകമാണ്. പുസ്തകത്തിന് നമുക്ക് എഴുതാനുള്ള വിഷയത്തിൻ്റെ പാഠപുസ്തകങ്ങൾ എല്ലാം. അപ്പം അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സമയമുണ്ട്. ഇത് എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദൗത്യം, കർത്താവിനോട് ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന ശുശ്രൂഷയ്ക്ക് തന്നെയാണ്. വീട്ടിലെ കാര്യങ്ങൾ എൻ്റെ അറിവിൽ ഒന്നും തന്നെ നമ്മൾ ഒഴിഞ്ഞു നിൽക്കാതെ എല്ലാത്തിനും നമ്മൾ ഉൾപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള സമയം ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ പല കാര്യങ്ങൾ ഏർപ്പെടുന്നുണ്ട്, ഏകാഗ്രതക്കുറവൊക്കെ വരാം, പക്ഷെ അത് ഈശോ സംരക്ഷിച്ച് ഒരു ഏകാഗ്രതയൊക്കെ നയിക്കുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് സമയമില്ലായ്മ ഒരു വിഷയമല്ല, നമ്മുടെ ഒരു ദൈവത്തോടെ സ്നേഹമില്ലായ്മയും അലസതയുമാണ് പ്രശ്നം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പുസ്തകം ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ദൈവസ്നേഹത്തിൽ എത്താൻ ആഗ്രഹിക്കുന്നവർക്കും സ്നേഹമായി തീരാൻ ആഗ്രഹിക്കുന്നവർക്കും എന്ന് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളൊരു പുസ്തകമാണ്. തീർച്ചയായിട്ടും ഈ പുസ്തകം എല്ലാവരും വാങ്ങുക, വായിക്കുക. സമൃദ്ധമായിട്ട് ഈ പുസ്തകം വായിക്കുമ്പോൾ അച്ഛനെ പുസ്തകത്തെ ആശീർവദിച്ചുകൊണ്ട് എല്ലാ കോപ്പികൾക്കും കൂടെ ആശീർവാദം കൂടെ കൊടുത്തുകൊണ്ട് ഞാൻ ഈ പുസ്തകത്തെ ആശീർവദിക്കുകയാണ്. ഇത് വായിക്കുന്ന എല്ലാവരിലേക്കും ഇത് ആദ്യമേ തന്നെ ഇത് എഴുതുവാനായിട്ട് വിചാരണ ശക്തിപ്പെടുത്തിയ ഈശോയ്ക്കും കൃപ നൽകിയ പരിശുദ്ധാത്മാവിനും അതിൻ്റെ എല്ലാം മുന്നിൽ പ്രവർത്തിച്ച പിതാവായ ദൈവത്തിനും സഹായിച്ച പരിശുദ്ധ അമ്മയ്ക്കും പിതാവിനും സകല വിശുദ്ധർക്കും മാലാഖമാർക്കും നന്ദി പറയുന്നു.
ഒപ്പം ഈ പുസ്തകം അനേകം മക്കളുടെ ഹൃദയത്തിൽ ആ സ്നേഹത്തിൻ്റെ ആ സ്നേഹം അതിൻ്റെ ആഴങ്ങളിലേക്ക് എത്തുവാൻ തക്ക വിധം ഈ പുസ്തകത്തിലെ ഓരോ വാക്കുകളും വരികളും പരിശുദ്ധാത്മാവ് വായിക്കുന്ന ഓരോരുത്തരിലും അഭിഷേകമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സംശയിക്കും. സ്തുതിയായിരിക്കട്ടെ.